എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജോസ് സാമുവൽ ആണ്. അപ്പം ആൾക്ക് ജെയ് മെയിനും ജെയ് അഡ്വാൻസിനും ഒക്കെ നല്ല അടിപൊളി റാങ്ക് കരസ്ഥമാക്കി ഇപ്പോൾ എല്ലാവരുടെയും ഒരു ഡ്രീം ക്യാമ്പസ് ആയ IIIT ബാംഗ്ലൂരാണ് ഇത് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു അഡ്മിഷൻ കരസ്ഥമാക്കാൻ സാധിച്ചതെന്നും അതുപോലെ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ബ്രില്യൻ്റ് എക്സ്പീരിയൻസും ഒക്കെ എന്ന് നമുക്കൊന്ന് ചോദിക്കും. എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് നാളായിട്ട് നമ്മളിങ്ങനെ ഇതിന് മുന്നത്തെ വിക്ടറി ഡേയ്സ് ഒക്കെ കണ്ടിട്ട് മോൻ ഏകദേശം ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ എനിക്ക് അവിടെ എത്തണം എന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അത്? വിക്ടറി ഡേന് വരുന്നത് എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹം തന്നെയായിരുന്നു. ഒരു നല്ല റാങ്ക് കിട്ടിയിട്ട് ബ്രില്യൻറ്റിൻ്റെ അവാർഡ് കിട്ടില്ല. ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം കം ട്രൂ. അതുപോലെ തന്നെ IIIT ബാംഗ്ലൂരാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് അല്ലേ? അതായത് നമ്മുടെ IIT ബോംബെ ഒക്കെ പോലെ ഏറ്റവും എന്താ പറയുക കടപിടിച്ച് നിൽക്കുന്ന ഏറ്റവും നല്ല ടോപ്പ് ഒരു IIIT തന്നെയാണ് IIIT ബാംഗ്ലൂർ കിട്ടുക. അവിടെ കിട്ടുകയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഭാഗ്യം തന്നെയാണ്. ഒരുപാട് കുട്ടികളുടെ ഒരു സ്വപ്നം തന്നെയാണ്. അപ്പോൾ മോൻ എങ്ങനെയാണ് അവിടേക്ക് എത്തിപ്പെടാനുള്ള ഈ ഒരു എക്സാമിൻ്റെ ഒരു കാര്യങ്ങളും പ്രിപ്പറേഷനും ഒക്കെ എത്തരത്തിലായിരുന്നു? അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് എങ്ങനെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷനൊക്കെ? 10th കഴിഞ്ഞിട്ട് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രില്യൻറ്റിൽ ചേരാന്നുള്ളത് ഭയങ്കര ഡൗട്ട്ഫുൾ ഡിസിഷൻ ആയിരുന്നു. കുറേ പേടികളുണ്ടായിരുന്നു ബ്രില്യൻറ്റിൽ ചേരുന്നേക്കാളും മുന്നേ. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇവിടുത്തെ സിസ്റ്റമിക് ഫാക്കൽറ്റീസും കോർഡിനേറ്റേഴ്സും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഫാക്കൽറ്റീസിൻ്റെ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. പിന്നെ എക്സാംസ് ഭയങ്കര ടൈംലിയായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് ഞങ്ങൾ തന്നെ സെൽഫ് അനലൈസ് ചെയ്തിട്ട് ഓരോ ആഴ്ചയും ഇമ്പ്രൂവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇറ്റ് വാസ് എ സ്ലോ പ്രോസസ്സ്. അങ്ങനെയാണ് ഇത്രയും നല്ലൊരു വിജയത്തിൽ എത്തിപ്പെടാൻ സാധിച്ചത് അല്ലേ? ഓക്കെ. മോൻ ഏറ്റവും കൂടുതൽ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ മോൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് ആരായിരുന്നു? അല്ലെങ്കിൽ ആരുടെ ഒരു മോൻ്റെ ഒരു ആരാണ് ഈ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു മോൻ്റെ ഒരു മെയിനായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇന്ന ഒരാളായിരുന്നു എന്നെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഡെഫിനറ്റ്ലി എൻ്റെ പാരൻസാണ് എനിക്ക് എല്ലാ സപ്പോർട്ടും എൻകറേജ്മെൻറ്റും തന്നെ. മോറോവർ ബ്രില്യൻറ്റ് ഓൾസോ ഹെൽപ്പ് ദാറ്റ്. ആ ഡ്രീമിലേക്ക് എന്നെ പാത്ത് ക്ലിയർ ആക്കി തന്നു ബ്രില്യൻറ്റ്. അതുപോലെ തന്നെ നമ്മുടെ മോൻ്റെ കോർഡിനേറ്റർ തൃശ്ശൂർ സെൻറ്ററിൻ്റെ സെൻട്രൽ കോർഡിനേറ്റർ ഉണ്ട് സാർ, ജിത് സാറുണ്ട്. സാർ എങ്ങനെയായിരുന്നു മോൻ്റെ ഒരു പ്രിപ്പറേഷൻ? എങ്ങനെയായിരുന്നു ക്ലാസ്സിലും എന്താ പറയുക റാങ്ക് മേടിക്കുന്ന ടൈപ്പും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു? നമ്മുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ത്രൂ ഔട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും എക്സാംസ് ഒന്നും സ്കിപ്പ് ചെയ്യുന്നൊരു കുട്ടിയല്ല. ഓരോ എക്സാംസ് പോലും ബ്രില്യൻറ്റിൽ സ്കിപ്പ് ചെയ്തിട്ടില്ല. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ശ്രമം, നമുക്ക് എവിടെ എത്തുമെന്ന് അറിയില്ലെങ്കിൽ കൂടി കണ്ടിന്യൂസ് ആയ ശ്രമം ജോസ് എപ്പോഴും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജോസിന് IIIT ബാംഗ്ലൂർ കിട്ടിയത് ഏറ്റവും അർഹമായ ഒരു വിജയം തന്നെയാണെന്ന് തോന്നുന്നു. ഏറ്റവും അർഹിച്ച ഒരു വിജയം, കണ്ടിന്യൂസ് എഫേർട്ടിന് അർഹിച്ച ഒരു വിജയമാണെന്ന് തോന്നുന്നു. നമ്മൾ പ്രത്യേകിച്ചും ഇതുപോലെ ടാലൻ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ കൂടെ നിന്ന് നമ്മളെപ്പോഴും അവരുടെ ഒരു ഫൈനലായിട്ട് അവസാനം വരെ നമ്മളെപ്പോഴും നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ കുട്ടികളുടെ കൂടെ നമ്മൾ നിൽക്കുന്നത് അല്ലേ? അപ്പോൾ മോൻ എങ്ങനെയായിരുന്നു ആ ഒരു ഇതൊക്കെ ഫീൽ ചെയ്ത്? നമ്മുടെ കോർഡിനേറ്ററിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മോൻ്റെ ഒരു സപ്പോർട്ട്, നമ്മൾ നൽകിയ സപ്പോർട്ട് മോൻ എങ്ങനെയൊക്കെയാണ് ഈ ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത്? ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഗോകുൽ സാറും സെൻറ്റർ കോർഡിനേറ്റർ ജിത് സാറും എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പ്രിപ്പറേഷൻ എങ്ങനെ ഫോർവേഡ് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അഡ്വൈസസ് തരും. ഞങ്ങളത് ഫോളോ ചെയ്യുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഓരോ സ്റ്റേജിലും ഞങ്ങൾക്ക് അഡ്വാൻസ് ചെയ്യാൻ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം ഈ ഒരു ഫീൽഡിലേക്ക് പോരണം എന്ന് മോനെപ്പോഴാണ് തീരുമാനിച്ചത്? എപ്പോൾ തൊട്ടായിരുന്നു ഈ ഒരു ആഗ്രഹം വന്ന് തുടങ്ങിയത്? മനസ്സിലായി IIT അല്ലെങ്കിൽ IIIT എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത് എപ്പോൾ തൊട്ടായിരുന്നു ആഗ്രഹം? ചെറുപ്പത്തിലെ തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു അതോ പെട്ടെന്ന് ഒരു മൊമെൻറ്റിൽ ഓക്കെ ദിസ് ഈസ് മൈ റൂട്ട് എന്നുള്ളത് മോന് നിശ്ചയിക്കുമായിരുന്നു? എന്തായിരുന്നു? 10th വരെ എനിക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി സബ്ജക്ട്സ് ഇത്രയും കൊണ്ട് ഇഷ്ടമായിരുന്നു. ഫിസിക്സ് ആൻഡ് മാത്സ് എസ്പെഷ്യലി. സോ എനിക്ക് ആ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഐ വാസ് ഓൾറെഡി ഒബ്സെസ്ഡ്. കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എനിക്ക് അതിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ IIIT ചൂസ് ചെയ്യാൻ കാരണം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്. ഇപ്പോൾ ഇവിടം വരെ എത്തിയതിൽ ഫാമിലിയുടെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എന്നെ പറഞ്ഞു അവർ ഭയങ്കര ത്രില്ഡ് ആയിരിക്കുമല്ലോ ഒബ്വിയസ്ലി ഈ IIIT ബാംഗ്ലൂരിൽ കിട്ടുക എന്ന് പറഞ്ഞു. അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്ത് പറഞ്ഞു? ദേ ആർ റിയലി ത്രിൽഡ്. കാരണം അവരൊരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എനിക്കിങ്ങനെ ഒരു റാങ്ക് ബ്രില്യൻറ്റിൽ ചേർത്തിയാൽ കിട്ടും എന്നുള്ളത്. അവർക്ക് ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ വീട്ടിൽ വെച്ച് എല്ലാവിധ സപ്പോർട്ടും എനിക്ക് പഠിക്കാനുള്ളത് തന്നിരുന്നു. അപ്പം അങ്ങനെ ഫാമിലിയുടെ സപ്പോർട്ടും ബ്രില്യൻ്റെ സപ്പോർട്ടും കൂടി ആയപ്പോഴത്തേക്കും ഇത്രയും നല്ലൊരു അടിപൊളി റാങ്ക് ഒക്കെ കരസ്ഥമാക്കിയിട്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതിൽ ഹാപ്പിയാണോ? വളരെ ഹാപ്പിയാണ്. ഓക്കെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഇനിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്നായിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാവിധ ആശംസകളും ബ്രില്യൻറ്റ് ഫാമിലി നേരുന്നു. ഓക്കെ, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.